ഇവർ രണ്ടുപേരും ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മോൺസ്റ്റർ കുമിളകൾ ഉണ്ടാക്കുന്നു. ആ കുമിളയിൽ നേഷ തൊട്ടതും നേഷയുടെ കൈ കല്ലാകുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഭക്ഷണം സുഖമായിട്ട് തിന്നാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോൺസ്റ്റർ ആ കുട്ടിയെ വായിക്കാത്തിടുന്നു. ഇവനാണെങ്കിൽ ആ കുമിളയിലൊന്നും തൊടാതെ പുറത്ത് കടന്ന് ആ മോൺസ്റ്ററിന്റെ വായിലിടിച്ചതും ആ മോൺസ്റ്റർ ആ കുട്ടിയെ പുറത്തിടുന്നു. കുട്ടിയുടെ ദേഹത്ത് ആ മോൺസ്റ്ററിന്റെ ഉമ്മിനീരുണ്ടായിരുന്നുകൊണ്ട് അവനും ആ കുട്ടിയും കല്ലാകുന്നു. ഇനി ഒരിക്കലും എൻ്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് വരരുത്, കേട്ടല്ലോ. എടാ വൃത്തികെട്ടവനെ, ഇതാണ് മറുമരുന്ന്. ഇതെങ്ങനെടാ കുടിക്കണേന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേഷ അത് കുടിക്കുന്നു. അല്ല, ഇവനെങ്ങനെ കുടിക്കും? ഇവന്റെ വാ കല്ലായി മാറിയിരിക്കുമല്ലേ. ഇത് കുടിക്കണമെന്ന് ആവശ്യമില്ല, ദേഹത്ത് ഉരുട്ടിയാൽ മതി. പിന്നെ എന്താടാ നീ നേരത്തെ പറയാഞ്ഞേ? അത് നീ നേരത്തെ ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ നേഷ രണ്ടുപേരുടെയും ദേഹത്ത് അത് പുരട്ടുന്നു. ഈ സമയം നേഷയുടെ അമ്മ നിലത്ത് കിടക്കുന്ന ബ്രഷ് കണ്ട് നേഷ ഭൂമിയിലേക്ക് വന്ന കാര്യം മനസ്സിലാക്കുന്നു. നീ എനിക്ക് മറുമരുന്ന് തന്ന് സഹായിച്ചു, അതിന് നിനക്ക് നന്ദി. എന്നാൽ ഒരു തവണ കൂടി നീ ഇങ്ങനെ ചെയ്താൽ നിന്നോട് ഞാൻ ഉറപ്പായിട്ടും ക്ഷമിക്കില്ല. ശരി എന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ അവിടെ നിന്നും പോകുന്നു. ഹലോ കുഞ്ഞാർക്ക, എന്താ വീണ്ടും അടി ഉണ്ടാക്കണോ? വാ, ഞാൻ റെഡി. എന്റെയും ആ കുട്ടിയുടെയും ജീവൻ രക്ഷിച്ചതിന് നിന്നോട് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ നിന്നോട് കടമപ്പെട്ടിരിക്കുന്നു. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യേ അല്ല. ഞാൻ ജനിച്ചിരിക്കുന്നത് തന്നെ ദുഷ്ടശക്തികളെ കൊല്ലാനാ. ആ ചെറിയ കുട്ടിയും പേടിക്കാതെ നേഷയുടെ അടുത്തേക്ക് വരുന്നു. നേഷയും അതുകൊണ്ട് സന്തോഷത്തോടെ അവരുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് നിശബ്ദമാവുന്നു. ഹേയ്, നിനക്കിതെന്ത് പറ്റി? അതെ, ഞാനിപ്പോൾ കരയുക. അതിനിപ്പോൾ എന്താ? അമ്മയല്ലാതെ എൻ്റെ കൂടെ വേറെ ആരും കളിച്ചിട്ടില്ല, മതിയോ? ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.